എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്ദയെ വേദനിപ്പിക്കാൻ വേണ്ടി ഗൗതം പിങ്കിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ച കണ്ട് വളരെ വിഷമത്തോടെ നിൽക്കുന്ന നന്ദയാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ലക്ഷ്മിയും വലിയമ്മയും മോഹിനിയായിട്ട് സംസാരിക്കുന്നതാണ്. ആ സമയം ലക്ഷ്മി പറയുന്നുണ്ട്, അവളെ ഇവിടേക്ക് ക്ഷണിച്ചത് വെറുതെ സൽക്കരിച്ച് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ല. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അവൾക്ക് നേരെ പ്രയോഗിക്കാനെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. എന്നിട്ട് ഇനി എന്ത് ഐഡിയ ആണ് പ്രയോഗിക്കേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്ക് വലിയമ്മയാണ് അടുത്ത ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് മോഹിനി പറയുവാണ്, ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്. നന്ദയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രം അവർ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് മഹേശ്വരനെയും ജഗന്നാഥനെയുമാണ്. രണ്ടുപേരും കൂടെ കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട്, ഇവിടെ അരുൺ വേണമായിരുന്നു, അവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി കൊണ്ട് തരുമായിരുന്നു എന്ന്. എന്നിട്ട് ജഗന്നാഥൻ പറയുവാണ്, അവനില്ലാത്ത നല്ല കാര്യം, അല്ലെങ്കിൽ നമ്മളിവിടെ ഇരുന്ന് കുടിച്ച് ഒരു വഴിയായേനെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അങ്ങോട്ടേക്ക് മോഹിനി എത്തുന്നത്. അന്നേരം മോഹിനിയുടെ കയ്യിൽ മോഹിനി ജ്യൂസായിട്ടാണ് വരുന്നത്. അവർ ചോദിക്കണം, ഇത് എന്തിനാ കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ മോഹിനി പറയുവാണ്, നിങ്ങൾക്കൊരു ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാനാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മഹേശ്വരൻ പറയുവാണ്, നിന്നെ ഒരു തുള്ളി പോലും കുടിക്കാൻ അനുവദിക്കില്ലല്ലോ എന്ന്. അങ്ങനെയുള്ള നിന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട്, ഇനി അടിച്ച ബ്രാൻഡ് വല്ലതും മാറിപ്പോയായിരുന്നു എന്നൊക്കെ അവർ പരസ്പരം പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണല്ലോ കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മോഹിനി പറയുവാണ്, അടിച്ച ബ്രാൻഡൊന്നും മാറിയതല്ല, അവിടെ ബർത്ത്ഡേ ഫംഗ്ഷന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും നിങ്ങൾ മുങ്ങാറുള്ളപ്പോൾ കസിൻസുമായിട്ട് അരുണാണ് എത്താറുള്ളത്. അവൻ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ കൊണ്ടുവന്നതെന്ന് മോഹിനി പറയുന്നു. ഇത് മാത്രം കുടിച്ച് ചങ്ക് വാട്ടണ്ട, അതുകൊണ്ടാണ് ഈ ജ്യൂസായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് മോഹിനി പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഇതും കൂടെ കഴിച്ച് തീർന്നിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കൊള്ളണമെന്ന് മോഹിനി മഹേശ്വരനോട് അവരോടും പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുവാണ്, ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചേ കുടിച്ചായിരുന്നുള്ളൂ, ബാക്കി ഇതാ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം മോഹിനി ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒക്കെ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് മോഹിനി അവിടെ നിന്ന് മാറിയിട്ട് പുറകുവശത്തൂടെ വന്നിട്ട് ആ മദ്യക്കുപ്പിയിൽ നിന്നും മദ്യം എടുത്തിട്ട് കുറച്ച് ഒരു ഗ്ലാസ്സിൽ ജ്യൂസിൽ കലർത്തുകയാണ് ചെയ്യുന്നത്. ആ സമയം അവരവിടെ നിന്ന് കുടിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് ആ മദ്യക്കുപ്പിയിൽ നിന്നും ജ്യൂസിലോട്ട് വീത്തിയതിന് ശേഷം മോഹിനി ആ കുപ്പിയോടെ വെച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സമയം കനകമ്മ ജ്യൂസുമായിട്ട് അവിടെ നിന്നും അടുക്കളയിൽ നിന്നും പോകുന്നുണ്ട്. നന്ദയ്ക്ക് കൊടുക്കണം, ഉറപ്പായിട്ടും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കനകമ്മ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൽ വല്ല വിഷമോ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോഹിനി പറയുവാണ്, ഇത് നന്ദയ്ക്ക് തന്നെ കൊടുത്തേക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജ്യൂസ് കനകമ്മയുടെ കൊടുത്തു വിട്ടിട്ട് വലിയമ്മയുടെ അടുത്തേക്ക് മോഹിനി പോകുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഞാൻ ജ്യൂസ് എല്ലാം സെറ്റ് ചെയ്ത് കനകമ്മയുടെ അടുത്തേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്, കനകമ്മ ഇനി നന്ദയ്ക്ക് അത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ലക്ഷ്മിക്കും വലിയമ്മയ്ക്കും മോഹിനിക്കും ഭയങ്കര സന്തോഷമാണ്. നന്ദ അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ അലമ്പാക്കും. അതൊക്കെ പ്രതീക്ഷിച്ചാണ് അവർ മൂന്നുപേരും നിൽക്കുന്നത്. ഇതോടെ അവൾ ഈ വീട്ടിലെ എല്ലാവരുടെ മുന്നിലും മോശക്കാരിയോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ്. എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നന്ദ റൂമിലേക്കൊന്നും കയറുന്നില്ല, അവിടെ ഒരു സൈഡിൽ നിൽക്കുമായിരുന്നു ചെയ്യുന്നത്. നേരെ അങ്ങോട്ടേക്ക് പിങ്കി വരുന്നുണ്ട്. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ്, നന്ദ ഇവിടെ തന്നെ നിൽക്കുവാണോ, അങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയുന്നു. റൂമിലേക്ക് വന്നൊന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നന്ദ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കനകമ്മ ഒരു ഗ്ലാസ് ജ്യൂസായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ സമയം കനകമ്മ നന്ദയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ജ്യൂസ്, എനിക്ക് ദാഹം ഇല്ലെന്ന് പറയുന്നു. ആ സമയം കനകമ്മ വീണ്ടും പറയുന്നുണ്ട്, ഇത് മോൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വീണ്ടും നന്ദ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ദാഹം ഇല്ല എന്ന് പറയുന്നു. ആ സമയം മോഹിനിയും വലിയമ്മയും എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് ഇവളെ കുടിക്കുന്നോന്ന്. അതിനുശേഷം വീണ്ടും നന്ദ ഉറപ്പിച്ച് പറയുന്നു, എനിക്ക് ഈ ജ്യൂസ് വേണ്ട എന്ന്. എന്നിട്ട് കനകമ്മ പറയുകയാണ്, എങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയേക്കാന്ന് പറയുന്നു. അന്നേരം കനകമ്മ അത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് പിങ്കി പറയുവാണ്, അത് തിരിച്ചു കൊണ്ടുപോകണ്ട, എനിക്ക് നല്ല ദാഹം ഉണ്ടെന്ന്. അതിനുശേഷം ആ ജ്യൂസ് മൊത്തം പിങ്കി വാങ്ങി കുടിക്കുവാണ്
ഇതിനുശേഷം ആ ജ്യൂസ് പിങ്കി വാങ്ങി കുടിക്കുവാണ്. ഇതിൽ കുറച്ച് പോലും മിച്ചം വെക്കാതെ മൊത്തം അവള് കുടിച്ച് തീർക്കുവാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ലക്ഷ്മിക്കും വലിയമ്മയ്ക്കും മോഹിനിക്കും ഭയങ്കരമായിട്ട് സങ്കടമാകുന്നു. അയ്യോ കുടിക്കല്ലേ എന്നൊക്കെ തലയിൽ കൈവച്ചൊക്കെ പറയുന്നത് പോലെ ആക്ഷനൊക്കെ കാണിക്കുവാണ്. പക്ഷെ അതൊന്നും അവിടെ സംഭവിച്ചില്ല. പിങ്കി അത് മൊത്തം കുടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കാണിക്കുന്ന എക്സ്പ്രഷനൊന്നും അവർ കാണുന്നില്ല. ഇവർ ഈ കാണിക്കുന്ന എക്സ്പ്രഷനൊന്നും പിങ്കി കാണുന്നതില്ല. പിങ്കി എല്ലാം കുടിച്ച് തീർത്തു. അത് കഴിഞ്ഞിട്ട് കുടിച്ചു കഴിഞ്ഞിട്ട് ഗ്ലാസ് കനകമ്മയുടെ കയ്യിൽ കൊടുത്തയക്കുന്നു പിങ്കി. ഇത് കഴിയുമ്പോൾ നന്ദമോനും ഗൗരിമോളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദമോൻ നന്ദയോട് പറയുന്നുണ്ട്, ഞാനൊരു ചെടി നട്ടു വെച്ചിട്ടുണ്ട്, അത് ഡോക്ടർ ആൻറ്റിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നന്ദയെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പിങ്കിയോട് പറയുന്നുണ്ട്, ഞാൻ ഡോക്ടർ ആൻറ്റിക്ക് ചെടി കാണിച്ചു കൊടുക്കാൻ പോകുന്ന അമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിങ്കി പറയുന്നുണ്ട്, ആ കാണിച്ചു കൊടുക്കും മോനെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് നന്ദ അവരോടൊപ്പം പോയിട്ടുണ്ട്. ഈ സമയം പിങ്കിക്ക് ഈ മദ്യം ചേർന്ന ജ്യൂസ് കുടിച്ചതോടെ തലയ്ക്ക് ഇത്തിരി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഗൗതം DGP ആയിട്ട് സംസാരിച്ച് നിൽക്കുന്നതാണ്. എന്നിട്ട് ഗൗതം പറയുന്നുണ്ട്, പിങ്കി ഇങ്ങോട്ടേക്ക് വന്നേ, ഇദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പിങ്കിയോട് ചോദിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പിങ്കി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, ആഹാ DGP സാറാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുവാണ് പിങ്കി. ആ സമയം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതം എന്ന്. ആ സമയം പിങ്കി പറയുന്നുണ്ട്, ആഹാ എന്താ പറയാൻ, നല്ല ഒന്നാം തരം ദാമ്പത്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് പിങ്കി പറയുവാണ്, സാറിന് അറിയാമോ എനിക്ക് ഗൗതത്തിനെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. എന്നെക്കാളേറെ എനിക്ക് ഗൗതത്തിനെയാണ് ഇഷ്ടമെന്ന്. പക്ഷെ ഗൗതത്തിന് എന്നെ ഇഷ്ടമല്ല. എന്നിട്ട് പറയുവാണ്, എന്നെ ഗൗതം എന്തിനാ വിവാഹം കഴിച്ചതെന്ന് സാറിന് അറിയാമോ? ഞങ്ങളുടെ മകനില്ലേ നന്ദമോൻ, അവന് വേണ്ടിയാണ് എന്നെ വിവാഹം ചെയ്തത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. അങ്ങനെ ഒരു വേഷം കെട്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ. പിന്നെ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയും അങ്ങനെയാണ്, അല്ലാതെ ഇതിനോട് വേറൊരു പ്രയോജനവും ഇല്ല. ഗൗതത്തിന് എന്നെ ഇഷ്ടവും അല്ല. പക്ഷെ എനിക്ക് ഗൗതത്തിന് ഇഷ്ടം. എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? എന്നിട്ട് ഗൗതത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട്, എന്ത് ഇഷ്ടമാണെന്ന് ഗൗതത്തിന് അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഐ ലവ് യു ഗൗതം എന്നും പറയുന്നു. ഈ പ്രകടനങ്ങളെല്ലാം പിങ്കി കാണിക്കുമ്പോഴത്തേക്ക് DGP ഇങ്ങനെ നോക്കുന്നുണ്ട്, ഗൗതത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഗൗതം ആകെ നാണം കെട്ട് നിൽക്കുവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഗൗതം പറയുവാണ്, എന്താ പിങ്കി നീ പറയുന്നത്, ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പിങ്കിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പിങ്കി പറയാണ്, എന്താ ഗൗതം, എനിക്ക് ഗൗതത്തിന് ഒത്തിരി ഇഷ്ടം. ഐ ലവ് യു ഗൗതം. എനിക്ക് ഗൗതം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, പറ്റുകയില്ല. ഗൗതത്തിന് എന്നെ ഇഷ്ടമില്ലല്ലോ എന്നിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പിങ്കി. അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ലക്ഷ്മിയും മോഹിനിയും വലിയമ്മയെല്ലാം. ആകെ നാണം കെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ അവര് പരസ്പരം ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയം നന്ദയും പിള്ളേരും എല്ലാം പുറത്തായിരുന്നു, പൂന്തോട്ടത്തിലായിരുന്നു. ചെടിയെല്ലാം കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് നന്ദ പറയുന്നു, നമുക്ക് അകത്തേക്ക് പോകാമെന്ന്. അത് കഴിഞ്ഞിട്ട് നന്ദ അകത്തേക്ക് വരുന്നുണ്ട്. ആ സമയം പിങ്കി ഇതെല്ലാം പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴുന്ന പോലെ വീഴുന്നുണ്ട്. ആ സമയം ഗൗതം ഇങ്ങനെ താങ്ങി നെഞ്ചിലോട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. നന്ദ വരുമ്പോഴത്തേക്ക് ഇതാണ് കാണുന്നത് കേട്ടോ, ഗൗതം ഇങ്ങനെ പിങ്കിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നെഞ്ചോട്. നന്ദയ്ക്ക് ഇത് കാണുമ്പോൾ ആകെ വിഷമാകുന്നുണ്ട്. എന്നിട്ട് നന്ദമോനോട് പറയുന്നുണ്ട്, മോനെ ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം നന്ദമോൻ പറയുവാണ്, ആന്റി ഇനി ഒരു ദിവസം ഇവിടേക്ക് കിടക്കാനായിട്ട് വരണമെന്ന്. ആ സമയം നന്ദ പറയുവാണ്, നോക്കട്ടെ മോനെ എന്ന്. എന്നിട്ട് ഭയങ്കര വിഷമത്തോടെ വീണ്ടും വീണ്ടും ഗൗതത്തിന്റെ മുഖത്തിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട് നന്ദ. ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഇങ്ങനെ ഗൗതത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഗൗതത്തിനെ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം ഗൗതം പിങ്കിയെ ചേർത്ത് തന്നെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗൗതം ആണെങ്കിൽ പിങ്കിയെ ചേർത്ത് പിടിച്ചിട്ട് നന്ദയെ നോക്കുന്നുണ്ട്. പക്ഷെ നന്ദയ്ക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ആ നോട്ടത്തിൽ തന്നെ അറിയാം നന്ദയ്ക്ക് എത്രമാത്രം വിഷമമാണെന്ന്. എന്നിട്ട് നന്ദ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. അതിനുശേഷം നന്ദ വീട്ടിലേക്ക് വരുന്നു. നന്ദയ്ക്ക് ആകെ വിഷമമാണ്. അവിടെ കണ്ട കാഴ്ചകളും എല്ലാം മനസ്സിൽ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുവാണ്. നന്ദ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഗൗതം പിങ്കിയെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും എല്ലാം അവൾ ആലോചിക്കുവാണ്. ആ സമയത്ത് ഗൗരിമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആ സമയം നന്ദ പറയുന്നുണ്ട്, ഞാൻ ഒന്നും ഓർത്തില്ല, നിനക്ക് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഗൗരിമോൾ ചോദിക്കുന്നുണ്ട്, അമ്മേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അമ്മയോട് എന്ന്. അപ്പോൾ നന്ദ പറയുവാണ്, എങ്കിൽ ചോദിക്കെന്ന് പറയുന്നുണ്ട്. ആകെ വിഷമവും ദേഷ്യവും എല്ലാം ഉള്ളതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ് നന്ദ. എന്നിട്ട് പറയുവാണ് ഗൗരിമോള്, എന്ത് രസമാണ് നന്ദുവിന്റെ വീട് കാണാൻ, അവിടെ എന്തോരം ആൾക്കാരാ ഉള്ളത്, അവരുടെ എല്ലാവരുടെയും കൂടെ താമസിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ അമ്മേ എന്ന് ഗൗരിമോള് ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ.
എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാം നന്ദ വളരെയധികം വിഷമിച്ച് ഇരിക്കുവാണ്. ആ സമയം നന്ദ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, മോളെ നിന്റെയും ബന്ധുക്കളാണ് അവരെന്ന്. ആ സമയം വീണ്ടും നന്ദ മനസ്സിൽ പറയുവാണ്, അവരെല്ലാവരും നിന്റെ ബന്ധുക്കൾ തന്നെയാണ്, പക്ഷെ അത് നിന്നെ അറിയിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. നിന്നെ അറിയിക്കാൻ എനിക്ക് വേറെ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഗൗരിമോള് ചോദിക്കുവാണ്, അമ്മേ നമുക്കും അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചാലോ എന്ന്. അങ്ങനെയാണെങ്കിൽ എല്ലാരെയും ഇങ്ങോട്ടേക്ക് വിളിക്കാലോ എന്നൊക്കെ ഗൗരിമോള് പറയുന്നുണ്ട് നന്ദയോട്. എന്നിട്ട് നന്ദ പറയുവാണ്, മോളെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, നിനക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. സിംഗിൾ പാരന്റ്സ് അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കത്തില്ല. ഇതൊക്കെ നിനക്ക് പറഞ്ഞു തരണോ എന്നൊക്കെ നന്ദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗൗരിമോളോട്. എന്നിട്ട് ഗൗരിമോള് നന്ദയോട് ചോദിക്കുവാണ്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അച്ഛനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ ആരാന്ന് എൻ്റെ അടുത്ത് പറ, ഞാൻ വിളിച്ചോണ്ട് വരാന്നൊക്കെ ഗൗരിമോള് പറയുവാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ അമ്മേ. സമയം നന്ദ പറയുന്നുണ്ട്, ഈ പ്രശ്നം എങ്ങനെ തീർക്കേണ്ടതെന്ന് എനിക്കറിയാം. നല്ലൊരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ തീർന്നോളൂ എന്ന് പറയുന്നുണ്ട്. സമയം ഗൗരിമോള് പറയുവാണ്, അമ്മ എന്താ ഇങ്ങനെ, ഞാൻ കൂട്ടില്ല അമ്മ അടുത്ത് മിണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വിഷമിച്ച് ഇങ്ങനെ ഗൗരിമോള് അങ്ങ് എണീറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അത് കാണുമ്പോൾ നന്ദയ്ക്ക് അല്പം കൂടെ സങ്കടമാകുന്നു. കാണിക്കുന്നത് വെച്ചാൽ പിറ്റേ ദിവസം ഗൗതം ഡ്യൂട്ടിക്ക് പോവാൻ റെഡി ആകുന്നുണ്ട്. സമയം പിങ്കി നല്ല ഉറക്കമാണ്. പിന്നെ ഗൗതം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിങ്കി എണീക്കുന്നുണ്ട്. എണീറ്റിട്ട് പെട്ടെന്ന് പിങ്കി ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പിങ്കിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഗൗതം ചോദിക്കുവാണ്, പിങ്കി എണീറ്റോ, താൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ്, ഇന്നലെ ഞാൻ എന്താ കാണിച്ചു കൂട്ടിയത് ഗൗതം, എനിക്കെന്താ ഭ്രാന്തായിരുന്നോ? ആ സമയം ഗൗതം ചോദിക്കുന്നുണ്ട്, തനിക്കെല്ലാം ഓർമ്മയുണ്ടോ എന്ന്. ആ സമയം പിങ്കി ചോദിക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടോന്ന്, എനിക്ക് ഓർമ്മയുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് പിങ്കി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാ അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് പിങ്കി ഗൗതത്തോട്. എന്നിട്ട് ഗൗതം പറയുന്നുണ്ട്, താൻ അത് ഓർത്തൊന്നും വിഷമിക്കണ്ട, താൻ മനഃപൂർവ്വം പറഞ്ഞതല്ലല്ലോ, തൻ്റെ ഉള്ളിൽ മദ്യം ചെന്നിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് താൻ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ഗൗതം പറയുന്നു. പക്ഷേ ആ മദ്യലഹരിയിൽ പറയാൻ പാടില്ലാത്ത പലതും താൻ വിളിച്ചു പറഞ്ഞു. ആ സമയം പിങ്കിക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. എന്നിട്ട് പിങ്കി പറയുന്നു, ഇവിടെ ആരൊക്കെ വന്നതാ, അവരെല്ലാവരും ഇത് കേട്ട് കാണുമല്ലേ എന്നൊക്കെ പിങ്കി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിങ്കി പറയുവാണ്, ഗൗതത്തിന് ദേഷ്യമായോ, ഗൗതത്തിന് അറിയാലോ ഞാൻ ഇങ്ങനെ ഇത് മദ്യപിക്കുകയൊന്നുമില്ല, പിന്നെ എങ്ങനെ ഇത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട്. ആ സമയം ഗൗതം പറയുവാണ്, പിങ്കി വിഷമിക്കണ്ട, താൻ അറിയാതെ തൻ്റെ ഉള്ളിൽ ചെന്നതാണ് ആ മദ്യം. ഉള്ള ആരൊക്കെയോ ചേർന്ന് നന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച ജ്യൂസിൽ മദ്യം കലർന്ന ജ്യൂസ് താൻ കുടിച്ചു, അത് കാരണമാണ് തനിക്ക് ഇങ്ങനെ പറ്റിയതെന്ന് ഗൗതം പറയുന്നുണ്ട്. നന്ദയ്ക്ക് വെച്ച കെണിയിൽ താൻ പോയി വീണതാണെന്ന് ഗൗതം പറയുന്നുണ്ട്. എന്നിട്ട് പിങ്കി ചോദിക്കുവാണ്, അതെങ്ങനെയാ ഗൗതം എന്ന്. എന്നിട്ട് പറയുവാണ് ഗൗതം, ഇതെല്ലാം ചെയ്തത് ആ വേലക്കാരിയും ഇത് ചെറിയമ്മയും കൂടെയാണെന്ന്. അവരെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് പിങ്കിയോട് ഗൗതം പറയുന്നു. എന്നിട്ട് പിങ്കിയോട് പറയുവാണ് ഗൗതം, താൻ ടെൻഷൻ അടിക്കണ്ട, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായെന്നു. അതുപോലെ മോനെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവിടുകയും വേണമെന്ന് പിങ്കിയോട് ഗൗതം പറയുന്നു. എന്നിട്ട് പിങ്കി ഗൗതത്തിന്റെ കയ്യിൽ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതത്തിനോട് ചോദിക്കുന്നുണ്ട് പിങ്കി, ഗൗതത്തിന് എന്നോട് ദേഷ്യമുണ്ടോ വെറുപ്പുണ്ടോ എന്ന്. ഗൗതത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് പിങ്കി ചോദിക്കുകയാണ്, ഗൗതത്തിന് എന്നോട് ദേഷ്യമുണ്ടോ, എന്നോട് വെറുപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുവാണ്, അത് ഇനി മനസ്സിൽ വെക്കണ്ട പിങ്കി പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കാണിക്കുന്നത് ഗൗതം നന്ദയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ ഗൗതവും നന്ദമോനും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഗുഡ് മോർണിംഗ് ആൻറ്റി എന്ന് പറയുന്നുണ്ട് നന്ദമോൻ. അപ്പോൾ ഗുഡ് മോർണിംഗ് മോനെ എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദമോൻ ചോദിക്കുവാണ്, ഗൗരി എവിടെയാന്ന്. സമയം നന്ദ പറയുവാണ്, ഗൗരി അപ്പുറത്തേക്ക് ഉണ്ട് മോനെ എന്ന്. എന്നിട്ട് നന്ദമോനോട് നന്ദമോൻ പറയുവാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന്. എന്നിട്ട് നന്ദ പറയുവാണ്, ആ പൊക്കോ എന്ന് പറയുന്നുണ്ട്. ഏതായാലും മോൻ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നന്ദ പറയുവാണ്, പോയിരുന്നെങ്കിൽ എനിക്ക് വാതിൽ അടയ്ക്കാമെന്ന്. ആ സമയം ഗൗതം പറയുവാണ്, എനിക്ക് നന്ദയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. സമയം നന്ദ ചോദിക്കുവാണ്, ഇന്നലെ കാണിച്ചും പറഞ്ഞും പറ്റാത്ത കാര്യങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ്, ഇന്നലെ പിങ്കിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്ന്, അവള് വെളിവില്ലാതെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ സമയം നന്ദ പറയുവാണ്, അത് നിങ്ങളുടെ കുടുംബക്കാര്യം, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയണ്ട, അതറിയേണ്ട കാര്യവും എനിക്കില്ല എന്ന്. ആ സമയം ഗൗതം പറയുവാണ്, ഇന്നലെ ജ്യൂസിനകത്ത് മദ്യം കലർത്തിയിരുന്നു, ഇളയമ്മയും ആ വേലക്കാരിയും കൂടെ. ഞാൻ ചോദിച്ചപ്പോൾ വലിയമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പിങ്കിയുടെ ഉള്ളിലേക്ക് മദ്യം ചെന്നതും അവള് കുറെ
കാര്യങ്ങൾ വെളിവില്ലാതെ പറഞ്ഞതുമെല്ലാം ഇങ്ങനെയൊക്കെ കാണിച്ചതുമെല്ലാം. ആ സമയം നന്ദ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന്, ഇതറിയേണ്ട കാര്യവുമില്ല. ആ സമയം നന്ദ പറയുവാണ് ഏതായാലും നിങ്ങൾ ബോധത്തോടു കൂടി എനിക്ക് തന്ന സ്വീകരണം നന്നായിരുന്നുവെന്ന്, ഇതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ കിടക്കും. വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും തരാൻ പറ്റിയില്ല, ഒരു കടമായിട്ട് കിടക്കട്ടെ എന്ന് പറയുന്നു നന്ദ. ആ സമയം ഗൗതം ചോദിക്കുകയാണ് നന്ദേനെ പിങ്കി വിളിച്ചില്ലായിരുന്നോ? ആ സമയം നന്ദ തിരിച്ചു ചോദിക്കുകയാണ് താങ്കളുടെ മനസ്സറിവ് കൊണ്ടാണോ പിങ്കി എന്നെ വിളിച്ചതെന്ന്. അതും ഏതായാലും നന്നായി. എന്നിട്ട് നന്ദ പറയുവാണ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന്. എന്നിട്ട് പറയും ഏതായാലും രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടായിരുന്നു കേട്ടോ, മേഡ് ഫോർ ഈച്ച് അതർ അതുപോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും ചോദിക്കാൻ അർഹതയുണ്ട്, എനിക്കും കുറേ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്, ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട്. ആ സമയം നന്ദ പറയുവാണ് എനിക്ക് താങ്കളോട് ഒന്നും പറയാൻ ഇല്ല, അങ്ങനെ എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ താല്പര്യവും ഇല്ലെന്ന് പറയുന്നുണ്ട് നന്ദ. ഇനി എന്നെങ്കിലും അങ്ങനെ ഒരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ ആ സമയം ഞാൻ പറഞ്ഞോളാം, അല്ലാതെ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാൻ ഇല്ല, ഒന്നും തെളിയിക്കാനും ഇല്ല എന്ന് നന്ദ പറയുകയാണ് ഗൗതത്തിനോട്. ഇത് കേൾക്കുന്ന ഗൗതം ഭയങ്കരമായിട്ട് വിഷമത്തോടും ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ഗൗതം അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഗൗതത്തിനെ അവസാനം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്.